ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സത്യാവസ്ഥ ഉൾക്കൊള്ളുന്ന കുട്ടിക്കഥ കേൾക്കാം. ഒരിക്കൽ ഒരു ടൂറിസ്റ്റ് തായ്ലൻഡിലൂടെ യാത്ര പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ അദ്ദേഹം കുറച്ച് ആനകളെ കണ്ടു. അദ്ദേഹം ആ ആനകളുടെ ഫോട്ടോസ് എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ വലിയ വലിയ ആനകളെയെല്ലാം കെട്ടിയിട്ടിരിക്കുന്നത് ചെറിയ കയർ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത്. ഈ ആനകൾ ഒന്ന് വിചാരിച്ചാൽ ഇത് ഈസി ആയിട്ട് പൊട്ടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവർക്ക് ഫ്രീ ആകാനും കഴിയും. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരാന പോലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു പോലുമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായി ഈ ടൂറിസ്റ്റ് അവിടെയുള്ള പാപ്പാനോട് ചോദിച്ചു, ഈ ആനകൾ എന്തുകൊണ്ടാണ് ഈ കയർ പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് എന്ന്. അപ്പോൾ ആ പാപ്പാൻ പറഞ്ഞു, ഈ ആനകൾ ചെറുതായിരുന്ന സമയത്ത് ഇതേ സൈസിലുള്ള കയർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന്. അന്നവർക്ക് ഇത് പൊട്ടിക്കാനും കഴിയില്ലായിരുന്നു. വളർന്നു വരുന്തോറും അവർ വിശ്വസിച്ചു ഈ കയർ അവർക്ക് ഒരിക്കലും പൊട്ടിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും ഈ കയർ പൊട്ടിക്കാൻ അവർ ശ്രമിച്ചിട്ടുമില്ല. ടൂറിസ്റ്റ് ഇത് കേട്ട് അന്തം വിട്ടുപോയി. ഈ ആനകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കയർ ഈസിയായി പൊട്ടിക്കാൻ സാധിക്കും. പക്ഷേ അതിനവർക്ക് കഴിയില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അവർ ഇന്നും ആ പഴയ സ്ഥിതിയിൽ തന്നെ കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ. എന്നോ പണ്ടൊരിക്കൽ നമ്മൾ ഒരു ലക്ഷ്യം നേടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ആ ശ്രമം പരാജയപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടാകും. അതോടുകൂടി നമ്മൾ വിശ്വസിക്കുകയാണ്, ഇനി ഒരിക്കലും എനിക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ ആ ശ്രമം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രമം ഉപേക്ഷിക്കാൻ പാടില്ല. തോൽവികൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. ഓരോ തവണ തോൽക്കുമ്പോഴും പുതിയ പുതിയ അറിവുകളും എക്സ്പീരിയൻസുമാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് വേണം നമ്മൾ വീണ്ടും ട്രൈ ചെയ്യേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും.